ഒരു കന്യാസ്ത്രീ മഠത്തിൽ അന്തിയുറങ്ങിയ രണ്ട് ചെറുപ്പക്കാരെക്കുറിച്ച് ഞാൻ പറയാം. നിങ്ങളിത് ഒരു വഴിത്തിരിവിലേക്കൊന്നും വലിച്ചഴിക്കണ്ട. ഇത് അത്തരത്തിലുള്ള ഒരു കഥയല്ല. ഇത് തികച്ചും ഭയാനകമായ, അവരുടെ ജീവിതത്തിൽ അവർക്ക് ഉണ്ടാകാവുന്നതിലും ഏറ്റവും വലിയ ഭീകര അനുഭവമുണ്ടായ ഒരു കോൺവെന്റിന്റെ കഥയാണ്. ഈ സംഭവം നടക്കുന്നത് നമ്മുടെ മലപ്പുറം ജില്ലയിലെ ഒരു പ്രശസ്തമായ ഏരിയയിലുള്ള ഒരു കോൺവെന്റിലാണ്. എന്നാൽ അവിടെ രണ്ട് കോൺവെന്റുകളുണ്ട്. ആ രണ്ട് കോൺവെന്റുകളെയും പരസ്പരം ബന്ധിച്ചിരിക്കുന്നത് ഒരു മതിൽ ഉപയോഗിച്ചാണ്. തൊട്ടപ്പുറത്ത് ആൺ സുഹൃത്തുക്കളും ഇപ്പുറത്ത് സ്ത്രീകളുമായിരുന്നു ആ കോൺവെന്റിൽ താമസിച്ചിരുന്നത്. അങ്ങനെ ഇരിക്കെ എൻ്റെ രണ്ട് സുഹൃത്തുക്കൾ അവിടെയുള്ള കോൺവെന്റിലേക്ക് ഒരു ജോലി ആവശ്യത്തിന് വേണ്ടി പോയതായിരുന്നു. അന്നത്തെ രാത്രി അവർക്ക് ആ ജോലി തീർക്കാൻ സാധിച്ചില്ല. അതുകൊണ്ട് ആ രാത്രി കൂടി അവർക്കവിടെ ജോലി ചെയ്യേണ്ടതായി വന്നു. അങ്ങനെ ജോലി ചെയ്യുന്ന ഒരു സമയത്ത് അവർക്കുണ്ടായ ഒരു പ്രേതാനുഭവമാണ് ഞാൻ ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത്. മരിച്ചിട്ടും കാത്തിരിക്കുന്നവരെ കുറിച്ചുള്ള കഥ കേൾക്കാം. കന്യാസ്ത്രീ കോൺവെന്റ് അല്ലേ? നമുക്ക് കേൾക്കുമ്പോൾ അല്പം വിചിത്രമായി തോന്നാം. ഈ കന്യാസ്ത്രീ കോൺവെന്റിൽ എങ്ങനെ രണ്ട് പുരുഷ ജോലിക്കാർ എത്തി എന്നൊക്കെ. എന്നാൽ സത്യത്തിൽ അവരന്ന് അവിടെ ഒരു ജോലി ആവശ്യത്തിന് വന്നതായിരുന്നു. എന്നാൽ അടുത്ത ദിവസം അവിടെയുള്ള ഒരു ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് അവർക്ക് ആ ജോലി അന്ന് തന്നെ തീർക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അന്നത്തെ രാത്രി കൂടി ആ ജോലി ചെയ്ത് തീർത്ത് തരണമെന്നായിരുന്നു ആ കോൺവെന്റ് അധികാരികളുടെ നിർദ്ദേശം. അതുകൊണ്ട് തന്നെ അവരുടെ കൂടെ ആ കോൺവെന്റിലെ ഒരു സഹായിയായ ഔസേപ്പച്ചനും കൂടെ കൂടിയിട്ടായിരുന്നു ആ ഒരു ജോലി പൂർത്തിയാക്കാൻ നേതൃത്വം നിന്നിരുന്നത്. എന്നാൽ അർദ്ധരാത്രി കഴിഞ്ഞും ആ ജോലി മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സ്വാഭാവികമായും എല്ലാവരും ഉറക്കത്തിലേക്ക് പോയിരുന്നു. ഇതേ സമയത്താണ് ഔസേപ്പച്ചനും അവിടെ തന്നെ ഇരുന്ന് ഉറങ്ങാൻ ആരംഭിച്ചത്. അതിൽ ജോലി ചെയ്യുന്ന സണ്ണി ഔസേപ്പച്ചനെ തട്ടി വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ പോയി കിടന്നോളൂ, ഞങ്ങൾ ഈ ജോലി തീർത്തിട്ട് നിങ്ങളെ വിളിക്കാമെന്ന് പറഞ്ഞു. എന്നാൽ അത് കേട്ട ഉടനെ തന്നെ ഔസേപ്പച്ചൻ തൻ്റെ മുറിയിലേക്ക് പോയി വാതിൽ അടച്ചു കിടന്നു. എന്നാൽ സണ്ണിയും സണ്ണിയുടെ സുഹൃത്തും ആ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവർക്ക് അവിടെ ചില പ്ലംബിംഗ് വർക്കുകളായിരുന്നു ചെയ്യാനുണ്ടായിരുന്നത്. അർദ്ധരാത്രി ആയതുകൊണ്ട് തന്നെ കയ്യിൽ ചെറിയ വെളിച്ചമൊക്കെ ഉപയോഗിച്ചായിരുന്നു അവർ ആ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. രാത്രി ഏകദേശം 2:30 മണി ആകുന്ന ആ ഒരു സമയത്താണ് സണ്ണി ചില വിചിത്ര ശബ്ദങ്ങൾ ആ കോൺവെന്റിനുള്ളിൽ നിന്നും കേൾക്കാൻ തുടങ്ങിയത്. ആരോ ഇംഗ്ലീഷിൽ ഒരു പിറുപിറുക്കുന്നത് പോലുള്ള ഒരു ശബ്ദം, എന്തൊക്കെയോ ഒരു മന്ത്രം ചൊല്ലുന്ന രീതിയിലുള്ള ശബ്ദം. എന്നാൽ സണ്ണി അപ്പോഴും ആലോചിച്ചത്, ഇങ്ങനെ ഒരു കോൺവെന്റിൽ ആരാണ് മന്ത്രം ചൊല്ലാൻ? ഇത് ചിലപ്പോൾ എൻ്റെ തോന്നലാവാം. ഒരുപാട് കാലപ്പഴക്കമുള്ള കോൺവെന്റ് അല്ലേ? ചുമരുകളിൽ നിന്നും പ്രതിധ്വനിക്കുന്ന ചില ശബ്ദങ്ങളോ മറ്റോ ആവാമെന്നും, വവ്വാലുകൾ ചിറകടിക്കുന്ന അല്ലെങ്കിൽ വവ്വാൽ കരയുന്ന ശബ്ദമോ അങ്ങനെ എന്തെങ്കിലും ആവാമെന്നും അദ്ദേഹം മനസ്സിൽ ഉറപ്പിച്ചു. മറ്റൊരു തരത്തിലുള്ള ഒരു ചിന്തയും തന്നെ സണ്ണിക്ക് അവിടെ മനസ്സിൽ വന്നില്ല. അങ്ങനെ സണ്ണിയും സണ്ണിയുടെ സുഹൃത്തും ആ ജോലി ചെയ്തുകൊണ്ടേയിരുന്നു. ഒടുവിൽ ഏകദേശം ജോലിയെല്ലാം ചെയ്യാറായ സമയത്താണ് സണ്ണി ഔസേപ്പച്ചനെ വിളിച്ചു വരാമെന്ന് പറഞ്ഞ് അവിടെ നിന്നും പോകാൻ ആരംഭിച്ചത്. തൻ്റെ സുഹൃത്തിനെ അവിടെ നിർത്തുകയും ബാക്കിയുള്ള സാധനങ്ങളും വസ്തുക്കളുമെല്ലാം ഭദ്രമായി നമ്മുടെ കവറിൽ തന്നെ എടുത്തു വെക്കാനും നിർദ്ദേശം നൽകിയാണ് സണ്ണി ഔസേപ്പച്ചനെ വിളിക്കാൻ വേണ്ടി ആ കോൺവെന്റിന്റെ പുറകുവശത്തിലെ ഒരു ഔട്ട് ഹൗസിലേക്ക് പോകാൻ ആരംഭിച്ചത്. അങ്ങനെ പോകുന്ന സമയത്താണ് പെട്ടെന്ന് ഒരു കന്യാസ്ത്രീ വസ്ത്രം ധരിച്ച സ്ത്രീ, തലയിൽ ഒരു വെയിലും കയ്യിൽ ഒരു കൊന്തമാലയും പിടിച്ച് ഒരു സ്ത്രീ അവിടെ അടുക്കള ഭാഗത്ത് അവിടെയുള്ള പുറകിലുള്ള ഒരു റബ്ബർ കാടിനുള്ളിലേക്ക് നോക്കിക്കൊണ്ടേയിരിക്കുന്നു. പെട്ടെന്ന് സണ്ണി അവിടെയുള്ള ഏതെങ്കിലും അന്തേവാസികളായിരിക്കാം പുറത്തിറങ്ങി നിൽക്കുന്നതെന്ന് മനസ്സിൽ ചിന്തിച്ചു. പെട്ടെന്ന് ഔസേപ്പച്ചനെ വിളിക്കാമെന്ന് കരുതി ആ ഒരു കാഴ്ച കണ്ടിട്ടും സണ്ണി അതിനടുത്തേക്കൊന്നും പോയില്ല. കാരണം കന്യാസ്ത്രീ മഠമല്ലേ, നമ്മൾ അങ്ങോട്ടൊക്കെ പോയി മറ്റെന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടാകുമോ എന്ന് കരുതി സണ്ണി അങ്ങോട്ട് പോവുകയുണ്ടായില്ല. സണ്ണി ഔസേപ്പച്ചനെ തന്നെ വിളിക്കാമെന്ന് കരുതി പോവുകയുണ്ടായി. ആ സമയത്താണ് പെട്ടെന്ന് ആ ഒരു സ്ത്രീ അവിടെയുള്ള കാടിനുള്ളിലേക്ക് കയറി പോകുന്ന ആ ഒരു കാഴ്ച കൂടി സണ്ണി കണ്ടത്.
ഈ ഒരു കാഴ്ച കണ്ടത് മുതൽ സണ്ണിക്ക് മനസ്സിലല്പം വിചിത്രമായി തോന്നി. കാരണം അർദ്ധരാത്രി ഈ ഒരു സ്ത്രീ തനിച്ച് ഈ കാടിനുള്ളിലേക്ക് എന്തിനാണ് പോകുന്നതെന്ന ഒരു ചിന്ത മനസ്സിൽ ഉണ്ടായിക്കൊണ്ടേയിരുന്നു. എന്നാലും സണ്ണിക്ക് ആ ഒരു സ്ത്രീയെ പിന്തുടരാൻ ഭയമായിരുന്നു. എന്നിരുന്നാലും വേണ്ടില്ല, ഔസേപ്പച്ചനെ വിളിച്ച് ഈ കാര്യമൊക്കെ പറയാമെന്ന് കരുതി ഔസേപ്പച്ചന്റെ മുറിയിൽ 2 or 3 തവണയൊക്കെ സണ്ണി തട്ടി വിളിച്ചിരുന്നു. എന്നാൽ ഔസേപ്പച്ചൻ തിരിഞ്ഞു. എന്നാൽ ഔസേപ്പച്ചൻ ആ ഉറക്കത്തിൽ നിന്നും ഉണർന്നിരുന്നില്ല. 3 or 4 തവണ തട്ടി വിളിച്ചപ്പോഴും സണ്ണിക്ക് മടുപ്പ് അനുഭവപ്പെട്ടു. സണ്ണി പുറത്തിറങ്ങി സാധനങ്ങളെല്ലാം എടുത്ത് പോകാമെന്ന് കരുതി വീണ്ടും സണ്ണിയുടെ സുഹൃത്തിനടുത്തേക്ക് സണ്ണി നടന്നു. അങ്ങനെ സണ്ണിയുടെ സുഹൃത്തിനരികിലേക്ക് എത്തിയപ്പോഴായിരുന്നു സണ്ണിയുടെ സുഹൃത്തിനെ അവിടെ കാണാനുണ്ടായിരുന്നില്ല. ആ സമയത്ത് പെട്ടെന്നാണ് സണ്ണിയുടെ ഫോണിലേക്ക് ഒരു ഫോൺ കോൾ എത്തിയത്. അത് സണ്ണിയുടെ സുഹൃത്തായിരുന്നു. ഞാൻ സാധനങ്ങളുമായി നടന്നിട്ടുണ്ട് ചേട്ടാ, നമുക്ക് രാവിലെ കാണാം, നല്ല ക്ഷീണമുണ്ട്, ഞാൻ വീട്ടിലേക്ക് പോയി ഉറങ്ങാമെന്ന് പറഞ്ഞ് ആ സുഹൃത്ത് മുന്നേ തന്നെ പോയിരുന്നു. അങ്ങനെ വീണ്ടും ഔസേപ്പച്ചന്റെ കയ്യിൽ നിന്നും അന്നത്തെ ജോലിയുടെ കൂലിയൊക്കെ വാങ്ങാമെന്ന ഒരു ഉദ്ദേശം കാരണം എന്തായാലും ഔസേപ്പച്ചനെ ഉറക്കെ വിളിക്കാമെന്ന് കരുതി വീണ്ടും ഔസേപ്പച്ചനെ തിരിഞ്ഞ് സണ്ണി ആ ഭാഗത്തേക്ക് തന്നെ പോയി. അപ്പോഴും സണ്ണിയുടെ മനസ്സിൽ ആ ഒരു കന്യാസ്ത്രീയുടെ രൂപവും ആ കന്യാസ്ത്രീ കാടിനകത്തേക്ക് നടന്നു പോയ കാഴ്ചകളും മിന്നി മറഞ്ഞുകൊണ്ടേയിരുന്നു. വീണ്ടും ഔസേപ്പച്ചനെ വിളിക്കാൻ ചെല്ലുന്ന സമയത്ത് സണ്ണി ആ ഒരു ഭാഗത്തേക്ക് ഒന്നുകൂടി നോക്കി. വിചിത്രമായ ഒരു കാഴ്ചയായിരുന്നു സണ്ണി അവിടെ കണ്ടത്. അതേ കന്യാസ്ത്രീ വസ്ത്രമണിഞ്ഞ ആ ഒരു സ്ത്രീ തന്നെ നോക്കി തന്നെ അവിടെ നിൽക്കുന്നു. എന്നിട്ട് കയ്യിലെ കൊന്തമാല ഏറ്റു നിൽക്കുന്ന ആ കൈ ഉപയോഗിച്ച് സണ്ണിയെ അങ്ങോട്ടേക്ക് മാടി വിളിച്ചിരുന്നു. സണ്ണിക്ക് പെട്ടെന്ന് അത്ഭുതം തോന്നി. എന്നാൽ സണ്ണി അങ്ങോട്ട് പോവാൻ ഒരുങ്ങിയില്ല. എന്നാൽ വളരെ യാചിക്കുന്ന സ്വരത്തിൽ എന്നെ രക്ഷിക്കൂ എന്ന ഒരു മട്ടിൽ ആ സ്ത്രീ അവിടെ നിന്നും കരയാൻ തുടങ്ങി. അതിൻ്റെ കൂടെ ഹെൽപ്പ് മീ കൂടി ആ സ്ത്രീ പറയുന്നുണ്ടായിരുന്നു. ഇതുകൂടി കേട്ട ഉടനെ സണ്ണിക്ക് വേറൊരു കാര്യം മനസ്സിലായി. ഒരുപക്ഷെ ഈ സ്ത്രീ അവിടെ എന്തെങ്കിലും കണ്ടോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും കാരണം കൊണ്ടോ അവിടെ എന്തോ അപകടത്തിൽ പെട്ടിരിക്കാനാണ് സാധ്യത, ഞാൻ പോയി രക്ഷിക്കാം എന്നൊക്കെ കരുതി സണ്ണി അങ്ങോട്ട് നടന്നു പോകാൻ തുടങ്ങി. എന്നാൽ സണ്ണി ആ സ്ത്രീക്ക് അടുത്ത് എത്തുമ്പോഴൊക്കെ സണ്ണി വീണ്ടും ആ സ്ത്രീയിൽ നിന്നും ഒരുപാട് അകലം പോകുന്ന പോലെ തോന്നി. ഒരിക്കലും ആ സ്ത്രീയുടെ അടുത്തേക്ക് നടന്നിട്ടും എത്താത്ത തരത്തിലുള്ള ഒരു അപൂർവമായ ഒരു പ്രതിഭാസം അവനിൽ അനുഭവിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ അതായിരുന്നില്ല വിചിത്രമായ കാര്യം. ആ ഓരോ നടത്തത്തിലും സണ്ണി ആ ഒരു സ്ത്രീയുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കുമ്പോൾ ആ സ്ത്രീയുടെ മുഖഭാവം മാറുന്നുണ്ടായിരുന്നു. ആദ്യം കരഞ്ഞുകൊണ്ടിരുന്ന സ്ത്രീ പെട്ടെന്ന് പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. പെട്ടെന്ന് പൊട്ടിച്ചിരിച്ചിരുന്ന ആ സ്ത്രീ വീണ്ടും കരയാൻ തുടങ്ങി. വീണ്ടും ആ ഒരു കരച്ചിൽ ദേഷ്യമായി മാറി. പിന്നെ ആ ദേഷ്യം മുഖത്ത് ഒരു വല്ലാത്ത തരത്തിലുള്ള വിചിത്രമായ ഒരു കാഴ്ച അവർക്ക് നൽകി. എന്തോ ഒരു അമാനുഷികത നിറഞ്ഞ ഒരു രൂപം ആ സ്ത്രീയിൽ മിന്നി മറഞ്ഞുകൊണ്ടേയിരുന്നു. എന്നിട്ട് ആ സ്ത്രീ ആ കാടിനുള്ളിലേക്ക് നടന്നുപോയി. എന്നാൽ പെട്ടെന്ന് ഒരു സ്വബോധത്തിൽ നിന്നും അല്ലെങ്കിൽ ഒരു സ്വപ്നത്തിൽ നിന്നൊക്കെ ഉണർന്ന പോലെ സണ്ണി പെട്ടെന്ന് കണ്ണെല്ലാം മേടിച്ച് ചുറ്റുപാടും നോക്കി. എന്നിട്ട് ആ സ്ത്രീ നടന്നു പോകുന്ന ആ കാടിൻ്റെ ആ ഓരത്തുള്ള ആ വഴിയിലേക്ക് സണ്ണിയും ആ സ്ത്രീയുടെ പുറകെ പോയി. എന്നാൽ അവർ രണ്ടുപേരും ആ കാടിനുള്ളിലൂടെ പോകുന്ന സമയത്ത് ആ സ്ത്രീ കുറച്ചകലേക്ക് മാറി ഒരു മരത്തിന്റെ താഴെയായി ആ സ്ത്രീ പുറം തിരിഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് സണ്ണി അതിനടുത്തേക്ക് ചെന്ന് ചോദിച്ചു, സിസ്റ്ററെ എന്താണ് ഇവിടെ നിൽക്കുന്നത്? ഈ സമയത്ത് ഇവിടെ നിൽക്കുന്നത് അത്ര നന്നല്ല. വല്ല ഇഴജന്തുക്കളോ അല്ലെങ്കിൽ മറ്റ് കാട്ടുമൃഗങ്ങളോ എന്തെങ്കിലും വന്ന് ഉപദ്രവിക്കും. നിങ്ങൾ എത്രയും പെട്ടെന്ന് കോൺവെന്റിലേക്ക് തന്നെ തിരിച്ചു പോയിക്കോളും, വേണമെങ്കിൽ ഞാൻ നിങ്ങളെ അങ്ങോട്ട് കൊണ്ടുവിടാമെന്നും പറഞ്ഞു. അതിന് ആ സ്ത്രീ ഒന്നും തന്നെ മിണ്ടിയില്ല. ആ സ്ത്രീ അതിന് പകരമായി അവനോട് ഒരു കാര്യം ആവശ്യപ്പെട്ടു. ഞാൻ നിങ്ങളുടെ കൂടെ വരാം, എന്നാൽ എനിക്ക് എൻ്റെ ജീവിതം തിരികെ വേണം. ഇത് കേട്ട ഉടൻ സണ്ണിയുടെ അടിമുതൽ തല വരെ അദ്ദേഹം തരിച്ചു നിന്നു. കാരണം ഇത് കേട്ട മാത്രയിൽ തന്നെ സണ്ണിക്ക് മനസ്സിലായി ഇതൊരു സാധാരണ കന്യാസ്ത്രീ അല്ല എന്ന്. പെട്ടെന്ന് സണ്ണി അവിടെ നിന്നും ഓടാൻ ശ്രമിക്കുമ്പോഴായിരുന്നു ആ സ്ത്രീ സണ്ണിയെ അതിക്രൂരമായി ഉപദ്രവിക്കാൻ തുടങ്ങിയത്. എന്നാൽ ആ സ്ത്രീക്ക് സണ്ണിയെ ഉപദ്രവിക്കാൻ കഴിഞ്ഞില്ല. കാരണം സണ്ണിയുടെ കഴുത്തിൽ വെഞ്ചരിച്ച ഒരു കൊന്തമാലയുണ്ടായിരുന്നു. അത് കാരണം അതിൻ്റെ ശക്തി കാരണം
ആ സ്ത്രീക്ക് ആ സമയത്ത് സണ്ണിയെ ഉപദ്രവിക്കാൻ കഴിഞ്ഞില്ല. എന്നാലും അതിശക്തമായ നീണ്ട നഖങ്ങളുള്ള കൂർത്ത പല്ലുകളുള്ള ആ സ്ത്രീ അതിശക്തമായി അവരെ അടിച്ചിട്ടു. ആ ഒരു അടിയിൽ തന്നെ അവന്റെ ബോധം നഷ്ടപ്പെട്ടിരുന്നു. അടുത്ത ദിവസം രാവിലെ ഔസേപ്പച്ചൻ പണിക്കാരെ തിരിഞ്ഞ് ചുറ്റുപാടും നടക്കുന്ന ശബ്ദം കേട്ടാണ് സണ്ണി പെട്ടെന്ന് ബോധത്തിൽ നിന്നും ഉണർന്നത്. സണ്ണി ആ സമയത്ത് ആ കാടിനുള്ളിലെ ആ മരത്തിന്റെ ചുവടെ തന്നെയായിരുന്നു. എന്നിട്ട് സണ്ണി ഉറക്കെ ഔസേപ്പച്ചനെ വിളിക്കാൻ തുടങ്ങി. ഉടനെ തന്നെ ഔസേപ്പച്ചനും അവിടെ താമസിക്കുന്ന ചില അന്തേവാസികളും അങ്ങോട്ട് ശബ്ദം കേട്ട് ഓടിയെത്തിയെങ്കിലും സണ്ണി പറഞ്ഞ ഈ വിചിത്രമായ കാര്യങ്ങൾ കേട്ട് എല്ലാവരും ഒന്ന് ഭയന്നു. അതിനുശേഷം സണ്ണിയെ ഔസേപ്പച്ചൻ എല്ലാ തരത്തിലും ആശ്വസിപ്പിച്ചതിന് ശേഷം സണ്ണിയെ അവിടെ നിന്നും കൂട്ടിക്കൊണ്ടുപോന്നു. എന്നിട്ട് ഔസേപ്പച്ചന്റെ വണ്ടിയിൽ സണ്ണിയെ വീട്ടിലേക്ക് കൊണ്ടുവിടാമെന്ന് പറഞ്ഞു. എന്നാൽ ആ കൊണ്ടുപോകുന്ന സമയത്താണ് ഔസേപ്പച്ചൻ സണ്ണിയോടായി ഒരു കാര്യം പറഞ്ഞത്. നീ കണ്ടത് ഒരു കറുത്ത വസ്ത്രമണിഞ്ഞ ഒരു കന്യാസ്ത്രീയായിരുന്നു. അങ്ങനെയാണെങ്കിൽ അത് ഉറപ്പായും സോഫിയ എന്ന പേരുള്ള ഒരു കന്യാസ്ത്രീയാണ്. ആ കന്യാസ്ത്രീ വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ദുരൂഹമായി മരണപ്പെട്ടിരുന്നു. അന്നത്തെ കാലത്ത് അതൊരു വലിയ പത്രവാർത്തയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ആ സ്ത്രീയുടെ ശവം എവിടെ നിന്നും ലഭിച്ചിരുന്നില്ല. വളരെ വർഷങ്ങൾക്ക് ശേഷമാണ് സണ്ണി ഇപ്പോൾ കിടന്നിരുന്ന ആ മരത്തിന്റെ അടിയിലെ ഒരു ചെറിയ കുഴിയിൽ നിന്നും ചാക്കിൽ കെട്ടിയ രീതിയിൽ ഒരു ശവശരീരത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. ഒരുപാട് പോസ്റ്റ്മോർട്ടം ഫോറൻസിക് ടെസ്റ്റുകളിലൂടെ അത് സോഫിയയുടെ മൃതദേഹമാണെന്ന് അന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു. എന്നാൽ സോഫിയ എങ്ങനെ മരണപ്പെട്ടു എന്നും സോഫിയ എന്തിന് മരണപ്പെട്ടു എന്നും ആ ഒരു മരണത്തിന് പിന്നിൽ ഇന്നും ഈ കോൺവെന്റിലുള്ളവർക്ക് ഒരു ഉത്തരമുണ്ടായിരുന്നില്ല. പിന്നീട് ഒരുപാട് കാലം പോലീസ് കേസും അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുമായൊക്കെ ഈ കോൺവെന്റും പള്ളിയും നടന്നിരുന്നുവെങ്കിലും ആ ഒരു സോഫിയ സിസ്റ്ററുടെ കൊലപാതകത്തിന് പിന്നിൽ എന്താണെന്ന് കണ്ടെത്താൻ ആർക്കും സാധിച്ചിരുന്നില്ല. അതിനുശേഷം അർദ്ധരാത്രിയിൽ ആരെങ്കിലും അന്യപുരുഷന്മാർ ഈ ഒരു കോൺവെന്റിൽ പുറത്ത് നിൽക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള ഒരു വിചിത്രമായ വസ്ത്രം ധരിച്ച ഒരു സ്ത്രീയെ കണ്ടതായി പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുമാത്രമല്ല, ക്രിസ്മസ് രാത്രികളിലും കരോൾ സമയങ്ങളിലും അർദ്ധരാത്രി കരോളൊക്കെ കഴിഞ്ഞ് തിരിച്ചു മടങ്ങുന്ന പലരും ഈ കന്യാസ്ത്രീ വേഷം ധരിച്ച സ്ത്രീയെ കണ്ടതായി പറയുന്നു. ഇതെല്ലാം കേട്ട് സണ്ണി ഔസേപ്പച്ചനെ ഒന്ന് തുറച്ചു നോക്കി. ഇത്രയും കാര്യങ്ങൾ അറിയാമായിരുന്നിട്ടാണോ ഞങ്ങളെ കൊണ്ട് രാത്രി കൂടി ജോലി ചെയ്യിപ്പിച്ചതെന്ന ചോദ്യത്തിന് ഔസേപ്പച്ചൻ സത്യത്തിൽ ഒരു ചിരിയാണ് നൽകിയത്. എന്നാൽ തിരിച്ച് സണ്ണി വീട്ടിലെത്തിയതിനു ശേഷം സണ്ണിക്ക് ഈ ഒരു കാര്യങ്ങളൊന്നും വിശ്വസിക്കാനേ സാധിച്ചിരുന്നില്ല. സണ്ണി ഒരല്പം ഭയത്തോടെ ആയിരുന്നു പിന്നീട് ഓരോ ദിവസവും രാത്രി മുന്നോട്ട് നീക്കിയിരുന്നത്. ഏകദേശം 2 വർഷക്കാലത്തോളം സണ്ണി അവരുടെ റൂം ലൈറ്റ് ഓഫ് ചെയ്തിരുന്നില്ല, പേടി കാരണം. പിന്നീട് സണ്ണിയെ പലതരം ചികിത്സകൾക്കും പലതരം മന്ത്രവാദങ്ങൾക്കുമൊക്കെ അടിമപ്പെടുത്തിയതിനു ശേഷം ഈ ഒരു അസുഖം, ഈ ഒരു പേടി പൂർണ്ണമായും അവനിൽ നിന്നും മാഞ്ഞതിന് ശേഷം മാത്രമാണ് അവൻ പിന്നീട് റൂമിൽ ലൈറ്റെല്ലാം ഓഫ് ചെയ്ത് കിടക്കാൻ ആരംഭിച്ചത്. പിന്നീട് ഒരിക്കലും സണ്ണി രാത്രിയിൽ ആ കോൺവെന്റിലെ ഒരു ജോലിക്കും പോയിട്ടില്ല. ഔസേപ്പച്ചൻ പിന്നീട് ഒരിക്കലും സണ്ണിയോട് രാത്രി സമയങ്ങളിൽ അവിടെ ജോലി ചെയ്യാനും പറഞ്ഞിരുന്നു. അന്നൊരു പക്ഷേ സണ്ണി രക്ഷപ്പെട്ടത് സണ്ണിയുടെ കഴുത്തിലെ വെഞ്ചരിച്ച കൊന്ത കൊണ്ടാവാം, അല്ലെ? വെഞ്ചരിച്ച ആ ഒരു വിശുദ്ധ കൊന്ത. ഈ കഥയും എൻ്റെ ഒരു ഫോളോവറിന്റെ അനുഭവം തന്നെയാണ്. അദ്ദേഹത്തിന്റെ സുഹൃത്തിനുണ്ടായ ഒരു അനുഭവം തന്നെ. സ്ഥലമോ യഥാർത്ഥ പേരോ ഞാൻ ഇവിടെ നൽകുന്നില്ല. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ നമ്മൾക്ക് എന്നാണോ നേരിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അനുഭവിക്കുന്നത് അതുവരെ ഞാൻ ഈ പറയുന്ന എല്ലാ കഥകളും കെട്ടുകഥകൾ മാത്രമാണ്. ഞാൻ ഒന്നുകൂടി നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു, ഈ ഒരു ചാനൽ ഒരിക്കലും അന്ധവിശ്വാസങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഈ ഒരു കഥയും ഇതിന് മുന്നേ ഉണ്ടാവുന്ന കഥകളും ഇനി വരാനിരിക്കുന്ന കഥകളും എല്ലാം ഒരു വിനോദത്തിന് വേണ്ടി മാത്രം ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇത്തരത്തിലുള്ള കഥകൾ കേൾക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മരിച്ചിട്ടും കാത്തിരിക്കുന്നവരെന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ കൂടെ കൂടാവുന്നതാണ്. ഇത്തരത്തിലുള്ള എന്തെങ്കിലും അനുഭവം നിങ്ങളുടെ റിയൽ ലൈഫിലും നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ മുകളിൽ കാണുന്ന മെയിലിലേക്ക് അയക്കാവുന്നതാണ്. അല്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട്. ആ ഇൻസ്റ്റാഗ്രാം ലിങ്കിൽ കയറി എൻ്റെ ഇൻസ്റ്റാഗ്രാം ഇൻബോക്സിലേക്കും നിങ്ങൾക്ക് കഥ വോയിസ് രൂപത്തിലോ ടൈപ്പിംഗ് രൂപത്തിലോ അയക്കാവുന്നതാണ്.